ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ, അല്ലെ ബോധമില്ലാത്ത മനുഷ്യൻ തോന്നിപ്പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത്. അല്ലല്ലല്ല, മോഹൻലാൽ മാത്രമൊന്നല്ല. ഇതിന്റെ അച്ഛന്റെ പേരെന്താണ്, അയാൾ എവിടെയാണ്, അത് ആരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ കൂടി ഞാൻ പറഞ്ഞുതരാം ആ ബുദ്ധിശൂന്യൻ ആരാന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണെ പോകണം. പക്ഷെ ഇയാൾ അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ. എന്തോ പഴങ്ങാനാണ് പോയത് ഇവിടെ. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്നൊക്കെ പറയാനായിരിക്കും. അല്ലാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് ബന്ധം ഇയാൾക്ക്? അല്ലാതെ അവിടെ ചെന്ന് വായ മുളച്ച് നിൽക്കാനൊക്കെ വരത്തുള്ളൂ. ഇയാൾ ആരാ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ നാണം കെട്ടൽ മനുഷ്യൻ? എന്ത് എങ്ങനെ ഏത് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞല്ല. അമ്മക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരാളെ അപ്പൊ ഇങ്ങനെ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ പറയുമ്പോ മനസ്സിലാവുന്നില്ല. അതാണ് എന്തൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഓക്കെ, കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് കേട്ടോ. അത് എനിക്ക് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമവും ദേഷ്യവും ഇതെന്താണ് എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ഇടപെടുന്ന പണിക്കേണ്ട പോയിക്കോ, മനസ്സിലായില്ല? അത്ര പറയാൻ. ഞാനൊന്ന് പറയട്ടെ. ബുദ്ധിശൂന്യമായ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ നമ്പർ 1 ആളാണ് മോഹൻലാൽ. അത് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ, ബോധം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല. നല്ല പക്കമായ ചിന്തയും വിവേക ബുദ്ധിയൊക്കെ ഉള്ള രണ്ടാളുകള്. അതൊരു 10-35 കൊല്ലം മുമ്പുള്ള ഒരു തണുത്ത രാത്രിയാണോ, അതല്ലെങ്കിൽ അതെങ്കിലും മഴക്കാലമായിരുന്നോ, ചൂടുകാലമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ആ കാലത്ത് പറ്റിപ്പോയതല്ലടാ ഏറ്റവും വലിയൊരു അബദ്ധം, ബുദ്ധിശൂന്യത. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ബുദ്ധിയും വിവേകമുള്ള ഒരു തന്തക്കും തള്ളക്കും ഉണ്ടായത് തന്നെ ആയിരിക്കും ഇനിയും. പക്ഷെ ആ തന്തക്ക് ഇപ്പോഴും ഈ പറഞ്ഞ കാര്യമായിരിക്കും തോന്നുന്നുണ്ടാവും. അത് എങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ബുദ്ധിശൂന്യത അത് മോഹൻലാലിന് മാത്രമെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന്റെ തന്തക്കാണ് ചിലപ്പം ആദ്യമായിട്ട് ഭൂമിയിൽ പറ്റിപ്പോയെന്നൊന്നും പറയാൻ പറ്റൂലോ. ഈ കേരളത്തിൽ മോഹൻലാല് മാത്രമാണ് ബുദ്ധിശൂന്യൻ എന്ന് പറയുമ്പോഴും അംഗീകരിക്കാൻ പറ്റൂല. അതിന്റെ തന്തയ്ക്ക് ശേഷമായിരിക്കണം എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ ആരെ പറഞ്ഞ് മനസ്സിലാക്കാരാ? അതാണ് മിലിറ്ററിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത്. മിലിറ്ററിക്ക് നാണക്കേടാ ഇത്. ഇങ്ങനെ ആടിനും സംക്രാന്തിക്കും കേണലാകുന്ന ഒരു പ്രത്യേകതരം ജീവിതമുള്ളൊരു മനുഷ്യനെ പറ്റി അതൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഇയാൾ ഫാൻസി ഡ്രസ് എവിടെ വേണമെങ്കിൽ പോയിക്കോട്ടെ. എന്തിനാ ഇങ്ങനെ ഒരു പദവി കൊടുത്തു വിടുന്നത്? അതും 4 ദിവസം കഴിഞ്ഞപ്പോ എങ്ങാണ്ടാ ചെല്ലുന്നത്. എടാ എത്തിക്കണ്ടപ്പോ എടാ അതെ ലാലേട്ട ഇതിനെ എന്താ കാരണം എന്ന് പറയാം. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എനിക്ക് മോഹൻലാലിനെ മമ്മൂട്ടിനെയൊക്കെ ഒരേപോലെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം ഈ സംഖ്യ ഉണ്ടല്ല, ഈ സംഖ്യകളുടെ വലയ കേന്ദ്രങ്ങൾ, അതായത് കേന്ദ്രത്തിൽ നിന്നൊക്കെ കോടികൾ ഒഴുക്കിയിട്ടും അതല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പരിഗണിക്കാമെന്ന് പറഞ്ഞാലും ശരി, ഇയാള് ഈ സംഘി പാർട്ടിയിലേക്ക് പോയിട്ടില്ല മോഹൻലാൽ. എന്റെ താല്പര്യം അതുമല്ലാതെ നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കണ്ടു അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു അഭിനയ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ മനസ്സിലങ്ങനെ തങ്ങിപ്പോയതാണെടാ. എല്ലാവർക്കും അത് അങ്ങനെ തന്നെ. അപ്പൊ എനിക്ക് മാത്രം ഇങ്ങനെ പിന്നെ ഈ കേണൽ പദവി, എടാ പൊന്നു മോനെ, ഇന്ത്യൻ മഹാരാജ്യത്ത് ഈ ഇങ്ങനെ ഒരു കേണലായിട്ട് അറിയപ്പെടണം, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ മിലിറ്ററിയിൽ അല്ലാത്ത ആളിങ്ങനെ ഈ ഒരു കേണൽ പദവി അല്ലെങ്കിൽ മേജർ പദവി എന്തൊക്കെ പദവികളുണ്ടാവും. ആ പദവികളൊക്കെ ഈ മോഹൻലാൽ മാത്രമൊന്നുമല്ല ഇന്ത്യയിലുള്ളൂ. ഇനി അത് ഇന്ത്യൻ മഹാരാജ്യം തന്നെ ആണല്ലോ സംഭവം നൽകിയിട്ടുള്ളത്. പിന്നെ എനിക്കെന്താ കയപ്പ്, ഞാൻ പണ്ട് എന്താ പറയാ, പണ്ടുള്ള രാത്രി സംഭവിച്ചിട്ടുള്ള 2 ആളുകളുണ്ടല്ലോ അബദ്ധം പറ്റിപ്പോയിട്ടുള്ള, അവരുടെ അടുത്ത് പോയി പറയും എന്റെ നിരാശകൾ എന്താണെങ്കിലും. ഭയങ്കര ഉത്തരവാദിത്വം. എനിക്കൊന്ന് ഉടുപ്പ് തയ്പ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പുള്ളിയുടെ സൈസിൽ ഇപ്പൊ ഉണ്ടാകത്തില്ല, അതിന് വരുത്തിയതാ. അല്ല അവിടെ തയ്പ്പിച്ചു കാണാം എവിടെയും. പുള്ളിയുടെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. കളിക്കുക അങ്ങ്. ഇയാളല്ലാത്തപ്പോ എവിടെ പോകുന്ന വല്ലപ്പോഴും പോയി എവിടെയും പോയി മരം പോലെ നിൽക്കുമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വെറൈറ്റി. ബാക്കി എല്ലാവരും പൈസ കൊടുത്തൊക്കെയല്ലേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നമ്മൾ ക്യാമറ പാർട്ടീസിനൊക്കെ ഇവിടെ പോയി ചോദിച്ചാൽ എവിടെ നിൽക്കുന്നത്, അവിടെ ഉണ്ടല്ലോ അല്ലേ, ഞാൻ വരുവാണ്. എന്തൊക്കെയാണ് ബോഡി ഷെയ്മിങ്, വെറുതെ ഒരാളുടെ ഇതിപ്പോ എന്താണെന്നുണ്ടെങ്കിൽ എടാ ചെറുത്താനാ. എനിക്ക് എന്റെ അടുത്ത് വളരെ സഹതാപത്തോടു കൂടെ എന്നെ ഉപദേശിക്കുന്നല്ല കേട്ടോ. എന്റെ നിരാശ എന്താന്നുള്ളതെങ്കിലും ഇനി പറയണം. എനിക്ക് എന്താണ് പറ്റിപ്പോയിട്ടുള്ളത്? ഈ കേരളത്തിലെ യൂട്യൂബർമാരൊക്കെ വരുന്നതിന് മുമ്പ് ഒരു 10-8 കൊല്ലം മുമ്പൊക്കെ ഇനി കയ്യിൽ കുത്താൻ തുടങ്ങിയിട്ടില്ല ഈ യൂട്യൂബിൽ. അപ്പോൾ എനിക്കൊരു 1,40,000 കൂടുതൽ സബ്സ്ക്രൈബ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ വ്യൂസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവണമെന്നുള്ളത് ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുമാതിരി എന്താ പറയാ, വായിൽ കൂടെ അന്നം കഴിക്കുകയും അതേപോലെ തന്നെ വായിലിൽ കൂടെ തന്നെ കാഷ്ടിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സംസാരം. അതുകൊണ്ട് തന്നെ എന്നെ ആളുകൾ പരിഗണിക്കാത്തത്. ഇനിയിപ്പോ എനിക്ക് ഈ പറയുന്ന ഞാനെന്തോ വലിയ കോടിക്കണക്കിൽ വ്യൂസ് ഉള്ള ഒരാളൊന്നുമല്ല. അവിടെ എനിക്കിങ്ങനെയൊക്കെ പറയാം, ഞാനിങ്ങനെ പറയും. ഇതിനെന്ത് പറയാനുണ്ടോ? ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യരെ അല്പന്നല്ല വിളിക്കുന്നത്, അല്പന്മാരല്ലേ? അങ്ങനെ ഇരിക്കവേ എന്ത് വീഡിയോ ചെയ്താലും ഇപ്പൊ ഈ പറയുന്ന വയനാട്ടിലുള്ള ഉരുൾപൊട്ടല് കാര്യങ്ങളും ഇനിയിപ്പം ഈ നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന എന്തൊരു കാര്യം എടുത്ത് ഇയാൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും ആരും മൈൻഡാക്കില്ല. ഇയാൾക്ക് ഒരിത്തിരി വ്യൂസ്, ഒരു 10 ആൾക്കാർ ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇയാള് മോഹൻലാലിനെ കുറിച്ച് പറയണത്
അല്ലെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വന്നാൽ അതാണ് സംഭവം. അപ്പൊ അല്പൻ ആരാണ്ടാ എന്റെ അപ്പനാണോ എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റൂല. അത് കാരണം അത് ശരിയില്ലാത്തൊരു കാര്യമാണ്, എനിക്കറിയാം. സമ്മതിച്ചിരിക്കുന്ന കേട്ടോ. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. അവരുടെ മോഹങ്ങൾ തകർക്കാൻ വന്ന ഒരു അശുഭ ജന്തു എന്നേ എന്നെ അവർക്ക് കാണാൻ പറ്റും. പോട്ടെ, അത് പോട്ടെ. ഇതിന് വല്ല അവാർഡുകൾ കൊടുക്കാം ഇയാൾക്ക്. ഇത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. പട്ടാളക്കാരനായി അഭിനയിച്ച് മോഹൻലാൽ വയനാട്ടിൽ ഈ വർഷത്തെ ഏറ്റവും നല്ല പട്ടാളക്കാരൻ നടനുള്ള അവാർഡ് മോഹൻലാലിന് കൊടുത്തു. അതും മേടിക്കും പോയി. ഒരു ഉടുപ്പും ഇല്ല, നാണോ ഇല്ല, മാനോ ഇല്ലാത്ത ഒത്തൊരാൾ. വല്ല പൈസ ഒന്നും കൊടുത്തു അല്ലേ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതിന്. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കാശിട്ട് എന്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ഇതിനകത്ത് 25 ലക്ഷം മുടക്കിയല്ലേ. അയ്യോ, ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം എന്തിനാണ് ഇനി തുടങ്ങിയിട്ടുള്ളത്? അതിന്റെ ഉദ്ദേശശുദ്ധി ഒന്നും ഇവിടെ ആരും ചോദിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ചാരിറ്റി, അതാണ് പറഞ്ഞത്. എനിക്ക് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഉണ്ട് കേട്ടോ. ആരെങ്കിലൊക്കെ ഒരു 10-50 ഇട്ട് കൊടുത്താൽ പൈസ ഉണ്ടെങ്കിൽ നിനക്ക് ചെയ്യുന്ന ആളാ ഒന്നും കണ്ട് ഒലത്തുക ആണ്. മാർക്കറ്റിംഗ് ഈ മാസം എത്ര കൊടുത്തോണ്ടിരുന്നത് അതിനകത്ത് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മതിയല്ലോ, ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നാൽ മതിയല്ലോ. പട്ടാള വേഷമൊക്കെ കെട്ടി കോമഡി പീസ്, ഇതുപോലെ കോമഡി പീസ്. തലയ്ക്കകത്തിരിക്കുന്നത് എന്തുവാ? ഇങ്ങനെയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എങ്ങനെയും ഇടയ്ക്ക് കയറി ഇങ്ങനെ ആരെ മെനക്കെടുത്തിട്ടാണെങ്കിലും എവിടെ ചെന്ന് എന്ത് തീട്ടം നിന്നിട്ടാണേലും ഇങ്ങനെ നിൽക്കണം, നടക്കി ഇങ്ങനെ കയറി നിൽക്കണം. അങ്ങനെ ഇടയ്ക്ക് പൈസ ഒക്കെ മുടക്കുന്നതല്ലേ. ഈ പറഞ്ഞ 25 ലക്ഷം മുടക്കിയത് പുള്ളി മുതലാക്കാതെ ഇവിടെ നിന്ന് പോകത്തില്ല. അത്രയും എച്ചിയാ, മനസ്സിലായോ? കോമഡി പീസ് ഇതുപോലൊരു കോമഡി പീസ്, കോമഡി പീസ് ഇതുപോലൊരു കോമഡി പീസ്, കോമഡി പീസ് ഇതുപോലൊരു കോമഡി പീസ്. നീ ഒരു 8 വട്ടം കണ്ണാടിന്റെ മുമ്പിൽ പോയി നിന്ന് കണ്ട് ആ കാര്യം പറഞ്ഞു നോക്കൂ. നിന്റെ ബോധ്യത്തിലേക്ക് ബോധമായിട്ട് തിരിച്ചു വരുന്ന ഒരു സാധനം, നിന്റെ ആ പ്രതിബിംബം പോയുള്ള ഒരു രൂപം നിനക്ക് കണ്ണാടിയിൽ കാണാം. അതെന്നാണ് ഈ പറയുന്ന കോമഡി പീസ്. വേണമെന്നുണ്ടെങ്കിൽ എന്താ അജ്ജോ അങ്ങനെന്തോ ഒരു പേരാണ് എനിക്ക്. ഇനി അതല്ലെങ്കിൽ ചെകുത്താനായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. ഭയങ്കര ചെകുത്താനാണ്, നരകത്തിന്റെ മാലാക. പുള്ളി അതൊക്കെ നടക്കുമ്പോൾ പുള്ളിയുടെ വിചാരം എന്തായിരിക്കും എനിക്കറിയാം. പുള്ളി അത് വിചാരിക്കുന്നുണ്ടോ കേണൽമാരുടെ പണി ഇതാന്നൊക്കെ. ഇങ്ങനെ ഒരു സമയം എവിടെയൊക്കെയോ കറങ്ങി നടന്ന് സിനിമയിലൊക്കെ അഭിനയിച്ച് നടക്കുന്നു, അത് കഴിഞ്ഞ് കുറെ അലമ്പ് കാണിച്ച് നടക്കുന്നു, എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വേഷം ഇടുന്നു, അന്ന് കേണലാവുന്നു. ഇയാൾ അഭിനയിക്കുകയാണ് എല്ലായിടത്തും. പുള്ളിയുടെ വിചാരം ഈ അഭിനയമാണ് എല്ലായിടത്തും നടക്കുന്നത്. തലക്കകത്തിരിക്കുന്ന എന്തുവാന്ന് ചോദിച്ചവന് അടുത്തത് വായ തുറക്കാൻ പോകുന്നത് തീറ്റോ ആണോ എന്ന് പറയാം. അതിന്റെ ഈ അടുത്ത 1-2 സെന്റൻസ് കഴിഞ്ഞാൽ വരും ആ സാധനം വരാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്റെ തലേന്റെ അകത്ത് എന്താ തലച്ചോറാണോന്നും ചോദിക്കുന്നില്ല. ഓൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, തീറ്റം അതാണോ എന്ന് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിനോട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ല. ഞാൻ ഇങ്ങനെ ഈ സമൂഹത്തിൽ കുറച്ച് ഇപ്പൊ മോഹൻലാലിന്റെ വ്യക്തി ജീവിതത്തിൽ അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ അതങ്ങനെ അയാളെ മാത്രം ഇങ്ങനെ ഇതാക്കി എടാ ഇനി ഒരു കാര്യം ചെയ്യണം. ഇങ്ങനെ ഏതെങ്കിലും നിരാശകളൊക്കെ ഇങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ച് ഇങ്ങനെ എന്ത് നിരാശയാണ് എന്റെ സാഫല്യം ആവാതെ പോയ ആഗ്രഹങ്ങൾ എന്താന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും നിരാശയല്ലടാ മോന അജ്വാനക്ക് അല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു വേഷം കെട്ടി അഭിനയിച്ചില്ലേ മറ്റേ മുഴുവൻ നടനല്ലേ, മുഴുവൻ സമയം നടനാ ഉദ്ദേശിച്ചത്. കംപ്ലീറ്റ് മുഴുവൻ നടൻ എന്ന് പറയത്തില്ല, അതിതാ മുഴുവൻ ടൈം നടൻ. ഉറങ്ങുന്നവരെ അഭിനയിക്കുവാന്നാ തോന്നുന്നു പീഡയായിട്ട്. തൂർന്ന മുള്ളുന്ന പോലെ അഭിനയിക്കുക, ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക. അവിടെ 25 ലക്ഷം നീ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. നീ 25 ലക്ഷത്തിൽ നിന്ന് 25 ഉറുപ്പ്യ പോട്ടെ, 25 പൈസ ഇപ്പൊ ഇവിടുന്ന് ഏതെങ്കിലും കിട്ടാനില്ല, അപൂർവങ്ങളൊക്കെ ആയിട്ട് കിട്ടാനുണ്ടോ? ഇനി ഒരു 50 ഉറുപ്പ്യം കൊടുത്തിട്ടുണ്ട് മനസ്സറിഞ്ഞിട്ട് ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക്. അത് ഇനിയിപ്പോ മുഖ്യന്റെ ഇതിലേക്ക് പോയാലും ചിലപ്പോ മുക്കലൊക്കെ നടക്കും, അത് വേറൊരു കാര്യമാണ്. എന്നാലും എന്ത് പറയാനാണ്, എനിക്കൊന്നും പറയാനൊന്നുമില്ല. മനസ്സിലായില്ല, തീട്ടം വന്നല്ലോ അല്ലെ. ഇവൻ വായ തുറന്നാല് തീട്ടം മറ്റേത് മറിച്ച് എന്നൊക്കെ പറയുള്ളൂ. അങ്ങനത്തെ ഒരാളെടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റുണ്ടോ? ഇത് ഇത്രയും നേരം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പൈസ ഒക്കെ മുടക്കുന്നല്ലേ. ഈ പറഞ്ഞ 25 ലക്ഷം മുടക്കിയത് പുള്ളി മുതലാക്കാതെ ഇവിടെ നിന്ന് പോകത്തില്ല. അത്രയും എച്ചിയാ, മനസ്സിലായോ? എച്ചി ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-35 കൊല്ലം എന്റെ വയസ്സ് അതാണെന്നുണ്ടെങ്കിൽ ആ 35 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി പറ്റിപ്പോയിട്ടുള്ള ഒരു എച്ചിന്നൊന്നും വിളിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അവരെ ബുദ്ധിശൂന്യന്മാർ എന്നും പറയാൻ പറ്റൂലല്ലോ. ഇവര് നേരത്തെ വികാരല്ലേ, എന്ത് ചെയ്യാനാ, ഇതുപോലൊരു സാധനം പടഞ്ഞു വരിക എന്നുള്ളത് അവർക്കും അറിയില്ലല്ലോ. ചേത്താനടാ, നീ ഈ കാനൽമാരുടെ ജോലി എന്താന്നുള്ളതെങ്കിലും ഇനി അങ്ങനെ എന്തെങ്കിലും വീഡിയോ ചെയ്യണ്ടെങ്കിൽ അത് ഒന്ന് പറയണം. കാനൽമാരുടെ പരിപാടി എന്താ, അവരെന്തൊക്കെ ജോലിയാ ചെയ്യുന്നത്? മുഴുവൻ സമയം നടനാ ഉദ്ദേശിച്ചത്. കംപ്ലീറ്റ് മുഴുവൻ നടൻ എന്ന് പറയത്തില്ല, അതിതാ മുഴുവൻ ടൈം നടൻ. ആടാ, കംപ്ലീറ്റ് ആക്ടർ, കംപ്ലീറ്റ് ആണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാട്. ഓക്കെ, അതിന് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അത് നമ്മളെ നമുക്ക് കുറെ കാലങ്ങളായി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടുമായിരുന്നു.
ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ അത് അമിതാഭ് ബച്ചന്റെ പേരാണ് കാണുന്നത്. പക്ഷെ കംപ്ലീറ്റ് ആക്ടറിന് ഗൂഗിളിൽ പോയിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോഹൻലാലിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് മോഹൻലാൽ അഭിനയിക്കാത്ത ഏതൊക്കെ തരം ക്യാരക്ടർ ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കിയാലേ തീരുന്ന പ്രശ്നമാണ്. കുന്നംകുളമാണെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ തന്നെ. മനസ്സിലായ എനിക്ക് ഷെയ്ത്താന്റെ അടുത്ത് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ള ഒരു കാര്യം മാത്രം, എന്റെ നിരാശ അതെന്താണെങ്കിലും എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ തീർത്തു പറയാം. സത്യം വെച്ചു എന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുന്ന കേസാണെങ്കിൽ കേട്ടോ, ഞാൻ എന്തോ ഇല്ല ഒന്നല്ല, ഞാൻ ഭയങ്കര മറ്റേതൊന്നല്ല. പക്ഷെ എന്നാലും എന്റെ ആ കയപ്പ് കാര്യങ്ങള് അങ്ങനെയൊന്നും എനിക്കറിയില്ല. വേറെ എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, എന്തൊക്കെ നിരാശകൾ ഒരു മനുഷ്യനുണ്ടാവും അല്ലെ. എനിക്കറിയാം, ഞാൻ ഒരുപാട് നിരാശകളൊക്കെ ഉള്ള ആളാണ്. എനിക്കത് മനസ്സിലാവും, കണക്റ്റ് ആവും. അതാ പറയുന്നത്. ഓക്കെ.